ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 ബേസിക് സയൻസിലെ 8th ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്ററാണ് അല്ലേ. അതിലെ ഡൈവേഴ്സ് ഓർഗാനിസം എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഡൈവേഴ്സ് ഓർഗാനിസംസ്? കുറേ ഓർഗാനിസംസിനെയൊക്കെ നമുക്ക് അറിയാമല്ലേ, ജന്തുജാലങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താണെന്ന് നോക്കാം. നോക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ടില്ലേ? അപ്പോൾ നമ്മൾ മാങ്ങ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച്, അപ്പോൾ മാങ്ങ തിന്നുമ്പോൾ ആ മാങ്ങേൻ്റെ ഉള്ളിൽ ഒരു പുഴു വന്നാൽ നമ്മൾ ചിന്തിക്കാറില്ലേ, ഈ പഴത്തിനുള്ളിൽ ഈ മാങ്ങേൻ്റെ ഉള്ളിൽ എങ്ങനെ പുഴു വന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാറില്ലേ? അതേപോലെ തന്നെയാണ് അല്ലേ ഈ കുട്ടിക്ക് ചിന്തിക്കുന്നില്ലേ, ഹൗ ഡിഡ് ദിസ് വേം ഗെറ്റ് ഇൻസൈഡ് ദ മാംഗോ? ഈ മാങ്ങേൻ്റെ ഉള്ളിൽ പുഴു എങ്ങനെയാണ് വന്നതെന്നുള്ള കൺഫ്യൂഷനാണ് അല്ലേ. വാട്ട് ഈസ് യുവർ ഗസ്? എന്താണ് നിങ്ങളുടെ ഗസ്? നിങ്ങളുടെ ഊഹം എന്താണ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ കണ്ടുപിടുത്തം എന്താണ്, നിങ്ങൾ കണ്ടുപിടിച്ചത് എന്താണ്, അത് നിങ്ങളെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർ വേംസ് ഫൗണ്ട് ഓൺലി ഇൻസൈഡ് ഫ്രൂട്ട്സ്? പഴങ്ങളിൽ മാത്രമാണോ ഈ പുഴുക്കളുള്ളത്, വേംസ് ഉള്ളത്? പഴങ്ങളിൽ മാത്രമാണോ? ഹാവ് യു സീൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേംസ് ഇൻ യുവർ സറൗണ്ടിങ്സ്? അല്ലേ, നിങ്ങളുടെ പരിസരത്ത് പലതരം പുഴുക്കളെ കണ്ടിട്ടില്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഫ്രം വേർ ഡു ദേ കം? അത് എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണ് ഇവ ഉണ്ടാകുന്നത്? വേംസ് ആർ ഫോംഡ് ഫ്രം ദ എഗ്സ് ഓഫ് സർട്ടൻ ഇൻസെക്ട്സ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ദ ഫൈൻഡിങ്സ്. അപ്പോൾ എന്താണ്? ഇൻസെക്റ്റ് അല്ലേ, എന്താണ് പ്രാണികൾ, ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് എന്ത് ഈ വേംസ് ഉണ്ടാകുന്നത് അല്ലേ. നോക്കൂ, ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കിയേ. നിങ്ങളുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് നോക്കൂ. ഇത് ബട്ടർഫ്ലൈ ആണ് അല്ലേ. പിന്നെതാ വേംസ് കണ്ടോ, ഈച്ചൻ്റെ കണ്ടില്ലേ, അതുപോലെ ഈ ഇതിൻ്റെ കണ്ടോ. Then find out and write down more examples of creatures that hatch into worms. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മുട്ട വിരിഞ്ഞ് ഹാച്ച് അല്ലെ, മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, മുട്ട വിരിഞ്ഞിട്ട് എന്താണ് പുഴുവായി മാറുന്നുണ്ട് അല്ലേ. ആ ജീവികൾക്ക് കൂടുതൽ ഉദാഹരണം കണ്ടെത്താൻ. ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കിയേ. എഗ്ഗ് വിരിഞ്ഞ് എന്താണ് ലാർവ അല്ലേ, ലാവയാവും ആൻഷ്ലിയോൺ എന്ന് പറയും അല്ലേ. ഓക്കെ, കുഴിയാന അല്ലേ. പിന്നെന്താണ് പ്യൂപ്പ, പിന്നെന്താണ് അത് പ്യൂപ്പയാവുന്നു അല്ലേ. പിന്നെന്താണ് ആൻലിയോൺ ലേസ് വിങ്. പിന്നെന്താണ് ആൻലിയോൺ എന്താണ് വിങ്, ചിറക് ഉണ്ടാവുകയാണ് അല്ലേ. കണ്ടോ. അപ്പോൾ ആൻഷ്ലിയോൻ്റെ നമ്മൾ കുഴിയാനകളൊക്കെ കാണലുണ്ട് അല്ലേ. നമ്മളെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ എന്താണ് ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാവും അല്ലേ. ആ കുഴിയൊന്ന് കുഴിച്ച് നോക്കിയാൽ അതിലുണ്ടാവും കുഴിയാന അല്ലേ. ഓക്കെ, ആൻലിയോൺ ആണ് ഇത് കേട്ടോ. പിന്നെ പ്യൂപ്പയായി മാറും. പിന്നെ എന്താകും, അതിൻ്റെ ചിറകൊക്കെ വിരിച്ചിട്ട് ഒരു ഇൻസെക്റ്റായി മാറുകയാണ് അല്ലേ. ഡസ് ദ ആൻലിയോൺ ഹാച്ച്ഡ് ഫ്രം ദ എഗ്? അപ്പോൾ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടോ? ലുക്ക് ലൈക്ക് ഇറ്റ്സ് പാരന്റ് ക്രീച്ചർ. അതിൻ്റെ പാരന്റ് ക്രീച്ചറിനോട് സാദൃശ്യം ഉണ്ടോ? വാട്ട് ആർ ദ അതർ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ആൻഷ്ലിയോൺ? കുഴിയാനക്ക് പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? നോക്കൂ, എന്തൊക്കെയാണ്? ഈ മുട്ട വിരിയുമ്പോൾ എന്താണ് ആൻഷ്ലിയോൺ ആവുന്നുണ്ട് അല്ലേ, കുഴിയാനാവുന്നുണ്ട്. പിന്നെ പ്യൂപ്പി ആയിട്ട് പിന്നെയാണ് എന്ത് അതിൻ്റെ പാരന്റ് ക്രീച്ചറിലേക്ക് എത്തുന്നത് അല്ലേ, ആ ഷേപ്പിലേക്ക് എത്തുന്നത്. നോക്കൂ, ആൻഷ്ലിയോൺ ഡൂഡിൽ ബഗ് എന്നും പറയും കേട്ടോ. ഓക്കെ, ദെൻ is the larva of a kind of winged insect called Antlion lacewing. They make funnel-shaped pitch in sand and eat small insects like ants. They are called Antlion because they capture ants. Its larva makes a cocoon using sand grains and thin silk fibers secreted by itself and becomes a pupa. This pupa undergoes changes to become the insect. എന്താണ് ആൻഷ്ലിയോൺ? ഈ ലേസ്വിങ് എന്ന ഒരു ചിറകുള്ള പ്രാണിയുടെ ലാവയാണെന്ത് ഈ ആൻഷ്ലിയോൺ അല്ലെ, കുഴിയാന എന്ന് പറയുന്നത് അല്ലെ. ഈ പൂഴി മണ്ണിൽ ഫണലിന്റെ ആകൃതിയിൽ, ഫണലില്ലേ, ആ ഫണലിന്റെ ആകൃതിയിൽ കുഴി ഉണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ദൈവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ ആൻറ്റി ലയൺ എന്ന ആണ് കുഴിയാനക്ക് പേര് വന്നത് അല്ലേ. ഉറുമ്പിനെയാണ് ഭക്ഷണമാക്കുന്നത് അല്ലേ. ഈ ലാവ മൺതരികളും പിന്നെന്താണ് നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് എന്താക്കുന്നത് ഈ പ്രാണി ആവുന്നത് അല്ലേ, ഉണ്ടാകുന്നത്. അതാണ് ആൻഷ്ലിയോൺ അല്ലേ, ആൻഷ്ലിയോൺ. ഓക്കെ, ദെൻ ഈ മെറ്റാമോർഫിസിസ്. എന്താണ് മെറ്റാമോർഫിസിസ്? രൂപാന്തരണം അല്ലേ. In some creatures, the larva do not resemble to the parent. The larva formed from the egg goes through different stages of growth and becomes a creature
റിസംബ്ലിംഗ് ദ പാരന്റ്. ദിസ് ചേഞ്ച് ഈസ് കോൾഡ് മെറ്റാമോർഫോസിസ്. അല്ലെ, ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആ പാരന്റ് ക്രീച്ചറിനോട്, മാതൃജീവിയോട് എന്താണ്, തീരെ സിമിലാരിറ്റി ഉണ്ടാവില്ല, അല്ലെ, സാദൃശ്യം ഉണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ എന്താണ്, വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് അതിന്റെ മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. അതിന്റെ പാരന്റ് ക്രീച്ചറിനോട് എന്താണ്, സാദൃശ്യമുള്ളതായി മാറുകയാണ്, അല്ലെ. ഈ മാറ്റത്തെ രൂപാന്തരണം, അതായത് ഈ മാറ്റത്തെയാണ് എന്ത് പറയുന്നത്, മെറ്റാമോർഫിസിസ് എന്ന് പറയുന്നത്. എന്താണ്, ചില ജീവികൾ എന്താണ്, അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ്, അതിന്റെ പാരന്റ് ക്രീച്ചറിനോട് തീരെ സിമിലാരിറ്റി ഉണ്ടാവില്ല. എന്താണ്, അത് പിന്നെന്താ, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ഈ ലാവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് അതിന്റെ പാരന്റ് ക്രീച്ചറിനോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെയാണ് എന്ത്, മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. വാട്ട് അതർ ക്രീച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ഗോ ത്രൂ സച്ച് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്? ഇനി ഇത്തരത്തിൽ വളർച്ചാഘട്ടങ്ങളുള്ള മറ്റേതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പാറ്റയുടെ ജീവിതചക്രം ഒന്ന് നിരീക്ഷിക്കൂ, നോക്കൂ. പാറ്റയുടെ എന്താണ്, ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ കോക്രോച്ച്. എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ്, പാറ്റ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ അവിടെ എന്താണ്, ഈ ഇതെന്താണ്, ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ കോക്രോച്ച്. കോക്രോച്ചിന്റെ ഈ ലൈഫ് സൈക്കിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടോ. എന്താണ്, എഗ്, ഫുൾ ഗ്രോത്ത് എഗ് എന്താണ്, നിംഫ് ആവുന്നുണ്ട്, പിന്നെന്താണ്, ഫുൾ ഗ്രോൺ കോക്രോച്ച് ആവുന്നുണ്ട്, അല്ലെ. അപ്പോൾ ഡസ് ദ ഓഫ്സ്പ്രിംഗ് ഓഫ് എ കോക്രോച്ച് ലുക്ക് ലൈക്ക് എ കോക്രോച്ച് ഇറ്റ് സെൽഫ്? അപ്പൊ പാറ്റ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ? വാട്ട് ആർ ദ ഡിഫറൻസ്? എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? ദേ ആർ കോൾഡ് നിംഫ്സ്. എന്താണ്, നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. നിംഫ് ഗോസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കംസ് എ ഫുള്ളി ഗ്രോൺ കോക്രോച്ച്. ഡ്യൂറിംഗ് ദീസ് സ്റ്റേജസ് നിംഫ് ഷെഡ്സ് ഇറ്റ്സ് ഔട്ടർ ഷെൽ മെനി ടൈംസ്. എന്താ ഇവിടെ പറയുന്നത്, ഈ നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്, അല്ലെ. നിംഫ് വിവിധ എന്താണ് ഡിഫറെന്റ് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് എന്ത്, ഈ പൂർണ്ണ വളർച്ച എത്തിയ ഒരു ജീവിയായി മാറുന്നത്, അല്ലെ. ഇതിനിടെ എന്താണ്, പലതവണ അതിന്റെ എന്താണ്, ആ ഷെഡ്, അല്ലെ, പുറംചട്ട പൊഴിച്ച് കളയുന്നുണ്ട്. ഔട്ടർ ഷെല്ല് എന്താണ്, ഷെഡ് ചെയ്യുന്നത്, അല്ലെ. നിംഫ് ഷെഡ്സ് ഇറ്റ്സ് ഔട്ടർ ഷെൽ മെനി ടൈംസ്. അതിന്റെ ഔട്ടർ ഷെൽ എന്താ, പല പ്രാവശ്യം ഷെഡ് ചെയ്ത് കളയുന്നുണ്ട്, അല്ലെ. എന്താണ്, പൊഴിച്ച് കളയുന്നുണ്ട്. ദ വേംസ് ഹാച്ച്ഡ് ഫ്രം ദ എഗ്സ് ഓഫ് ദ ഇൻസെക്ട് ഈറ്റ് ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ് പാർട്സ്. Thus many such worms adversely affect farming. Farmers adopt many measures to keep such worms and pests away. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, ഈ പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ എന്താണ്, ഈ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നുണ്ട്, അല്ലെ. അതിനാൽ ഇവ പലതും എന്താണ്, കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, അമ്മ പറയുന്നത് എന്താണ്, യു ക്യാൻ റെഡ്യൂസ് പെസ്റ്റ് ഇഫ് യു ഗ്രോ മേരിഗോൾഡ് ഇൻ ബിറ്റ്വീൻ ദ ക്രോപ്സ്. എന്താ പറയുന്നത്, ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ എന്താണ്, കീടബാധ കുറയ്ക്കാന്നാ പറയുന്നത്, അല്ലെ. ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ എന്താണ്, അതിന്റെ ചെണ്ടുമല്ലി വളർന്നാൽ എന്താണ്, അതിന്റെ പെസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. കീടങ്ങളെ ഇല്ലാതാക്കാന്നാ പറയുന്നത്. The chemicals produced by the marigold keep certain kinds of pests away. അപ്പൊ എന്താ ഇവിടെ നോക്കിയാൽ, ഈ ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന മാരിഗോൾഡ്, അല്ലെ, മാരിഗോൾഡ് ഉണ്ടാക്കുന്ന ഈ രാസവസ്തുക്കൾ എന്താണ്, കെമിക്കൽസ് എന്താണ്, പലയിനം കീടങ്ങളെ അകറ്റും. അതുകൊണ്ടാണ് എന്താണ്, അതിൻ്റെ ഇടയിൽ എന്താണ്, മാരിഗോൾഡിനെ വളർത്താൻ പറയുന്നത്, അല്ലെ. സിമിലർലി അതുപോലെ വാട്ട് ആർ ദ അതർ മെത്തേഡ്സ് യു നോ? അതുപോലെ പല വേറെ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്? അതുപോലെ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് എക്സാമ്പിൾ ഫോർ പെസ്റ്റ് ദാറ്റ് ഹാം ദ ക്രോപ്സ്. എന്താണ്, ഈ ക്രോപ്സിന് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തിയതു. യെല്ലോ സ്റ്റെം ബോറർ ലാവ, എന്താണ്, തണ്ട് തുരപ്പം പുഴു എന്ന് പറയില്ലേ. പിന്നെന്താണ്, പിന്നെ ഇൻസെക്ട്സുകളൊക്കെ ഉണ്ട്, അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് സം സ്പൈസസ് ദാറ്റ് വി യൂസ്. പിന്നെന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധവ്യഞ്ജന സ്പൈസസ് ആണ് എന്ത് ചിത്രങ്ങളിലുള്ളത്, അല്ലേ. എന്താ, കാർഡമൺ, പെപ്പർ, ക്ലൗവ്, സിന്നമൺ, അല്ലെ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്, അല്ലെ. വി ഓഫൺ കീപ് സം സ്പൈസസ് അലോങ് വിത്ത് ഗ്രെയിൻസ് വെൻ ദേ ആർ സ്റ്റോർഡ്. വൈ? അപ്പൊ എന്താണ്, ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അല്പം ഈ സ്പൈസസും ഇടാറുണ്ട്. ഇതെന്തിനായിരിക്കും? ദ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ പെസ്റ്റ് മേക്ക് ദം അരോമാറ്റിക് സ്പൈസസ്. കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസ് ആണ് അവയെ എന്താണ്, അരോമാറ്റിക് സ്പൈസസ് ആയിട്ട് മാറ്റുന്നത്, അല്ലെ. സുഗന്ധ വ്യഞ്ജനങ്ങളാക്കുന്നത്. എന്താണ്, കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസുകളാണ് എന്ത്, അവയെ അതിന്റെ അരോമാറ്റിക് സ്പൈസസ് ആക്കുന്നത്. ഡു വേംസ് കോസ് ഹാം ഓൺലി? ഈ പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ? ലിസൺ
to what they are seeing. അപ്പോൾ പറയുന്നത് നോക്കിയേ, എന്താണ്? There are many creatures that feed on us. They cannot exist without us. എന്താണ്? ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട് അല്ലേ? ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് എന്താണ്? നിലനിൽപ്പില്ല. We keep the surroundings clean by eating dead creatures and food waste. എന്താണ്? ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നുണ്ട് അല്ലേ? The insect that grow from us pollinate many flowers. എന്താണ്? ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും എന്താണ്? പരാഗണം നടത്തുന്നുണ്ട്. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇൻസെക്ട് എന്താണ്? പോളിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? പരാഗണം നടത്തുന്നുണ്ട് അല്ലെ? മെനി ഫ്ലവേഴ്സിന്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഫോക്കസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെക്ട് ഫോർ ദ ബാലൻസ് ഓഫ് ദ എക്കോസിസ്റ്റം. അപ്പോൾ എക്കോസിസ്റ്റം ത്തിന്റെ ആ ബാലൻസിന് വേണ്ടി പുഴുക്കളുടെ പ്രാധാന്യം വ്യക്തമാകുന്ന ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്മോൾ ഇൻസെക്ട് ആസ് ഫുഡ്. എന്താണ്? ചെറു പ്രാണികൾ ഭക്ഷണത്തിന്. എന്താണ്? പീപ്പിൾ ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് യൂസ് ഇൻസെക്ട് ലൈക്ക് ഗ്രാസ് ഹോപ്പേഴ്സ്, worms, beetles, scorpions and ants for food. Small insects are a good source of proteins and vitamins. They are also kept for food in some areas because of the availability of low cost protein. എന്താണ് പറയുന്നത് മക്കളെ? ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ എന്താണ്? ഗ്രാസ് ഹോപ്പറിനെ, പുൽച്ചാടി, പിന്നെന്താ വേംസ്, പുഴുവിന്, ബീറ്റിൽസ്, വണ്ട്, സ്കോർപ്പിയോൺസ്, എന്താ തേള്, ആൻഡ്, ഉറുമ്പ് അല്ലെ? ഉറുമ്പ് തുടങ്ങിയ പ്രാണികൾ എന്താണ്? ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? പ്രോട്ടീൻ എന്താണ്? മാംസ്യം, പിന്നെ വൈറ്റമിൻസ് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സോഴ്സാണ് എന്ത്? ഈ ചെറിയ ഇൻസെക്റ്റ് എന്ന് പറയുന്നത് അല്ലേ? കുറഞ്ഞ ചെലവിൽ എന്താണ്? കുറഞ്ഞ ചെലവിൽ സ്മോൾ ഇൻസെക്ട് ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് വിറ്റാമിൻസ്. ഈ സ്മോൾ ഇൻസെക്ട് എന്താണ്? പ്രോട്ടീൻ്റെയും വിറ്റാമിൻസിൻ്റെ ഒരു ഗുഡ് സോഴ്സ് ആണ് സ്മോൾ ഇൻസെക്ട്. ദേ ആർ ഓൾസോ കെപ്റ്റ് ഫോർ ഫുഡ് ഇൻ സം ഏരിയാസ് ബിക്കോസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് ലോ കോസ്റ്റ് പ്രോട്ടീൻ. പിന്നെന്താണ്? ഈ ലോ കോസ്റ്റ് പ്രോട്ടീൻ ലഭിക്കുന്നതിനാൽ എന്താണ്? ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതി ചില പ്രദേശങ്ങളിലുണ്ട് അല്ലേ? ഇനി കളർഫുൾ ഇൻസെക്ട്. എന്താണ് കളർഫുൾ ഇൻസെക്ട്? വർണ്ണച്ചിറകുള്ള പ്രാണികൾ അല്ലേ? ബട്ടർഫ്ലൈസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ദി ഇൻസെക്ട് ഫാമിലി അല്ലേ? എന്താണ്? ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട് ഫാമിലിയിലെ ഒരു വിഭാഗമാണ് എന്ത്? ബട്ടർഫ്ലൈസ് അല്ലേ? ഹൗ മെനി നെയിംസ് ഓഫ് ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ ഏരിയ ആർ നോൺ ടു യു? നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എത്ര ബട്ടർഫ്ലൈസിന്റെ പേരുകൾ നിങ്ങൾക്കറിയാം? ഒബ്സർവ് ദി പിക്ചേഴ്സ് ആൻഡ് ഐഡന്റിഫൈ ദ ബട്ടർഫ്ലൈസ്. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഇത് ഏതൊക്കെയാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഏതൊക്കെയാണ് ഈ ബട്ടർഫ്ലൈസിനൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ? നോക്കൂ, എന്താ? സ്ട്രൈപ്ഡ് ടൈഗർ ഉണ്ട്, കോമൺ ജെസീബൽ ഉണ്ട്, പിന്നെന്തൊക്കെയാ? നോക്കൂ, ഇതെന്താണ്? ഫോയ്ബിസ് ഫീലിയ ആണ് കേട്ടോ. ഫോയ്ബിസ് ഫീലിയ അല്ലെങ്കിൽ യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറയും. ഇതെന്താണ്? കോമൺ ജെസീബൽ, വിലാസിനി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? വിലാസിനി അല്ലേ? അവിടെ എത്തുന്നിട്ടില്ലേ? കോമൺ ജെസീബൽ എന്നും പറയും, വിലാസിനി എന്നും പറയും. ഓക്കെ, ഇത് ഫോയ്ബിസ് ഫിലിയ എന്നതാണ് യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറയും. ഇതെന്താണ്? ലെപ്പിഡോപിത്ര അല്ലേ? അതും പറയും. ഓക്കെ, ഇതെന്താണ്? പാപ്പിലിയോ അല്ലേ? ഇതാണ് എന്ത്? ഈ സ്ട്രൈപ്ഡ് ടൈഗർ അല്ലെങ്കിൽ വരയൻ കടുവ എന്ന് പറയുന്നത് ഇത് കേട്ടോ. ഇവിടെ തന്നിട്ടുണ്ട് സ്ട്രൈപ്ഡ് ടൈഗർ, വരയൻ കടുവ. ഓക്കെ, ഇതെന്താണ്? ട്രോയിഡ്സ് ഹെലീന കേട്ടോ. കളക്ട് മോർ പിക്ചേഴ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് മേക്ക് ആൻ ആൽബം. റൈറ്റ് ഡൗൺ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ എന്താണ് കുറച്ച് കളക്ട് ചെയ്യുക പിക്ചേഴ്സൊക്കെ ഇങ്ങനത്തെ ബട്ടർഫ്ലൈസിന്. എന്നിട്ട് എന്താക്കുക? ആൽബം തയ്യാറാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ സം ബട്ടർഫ്ലൈസ് ലേ എഗ്സ് ഓൺ പെർട്ടിക്കുലർ പ്ലാന്റ്. ചില ബട്ടർഫ്ലൈസ് എന്താണ്? ഒരു പെർട്ടിക്കുലർ പ്ലാന്റിൽ എന്താക്കുള്ളൂ? മുട്ട ഇടുള്ളൂ അല്ലേ? ദ പാർട്ട് ഓഫ് ദീസ് പ്ലാന്റ് ആർ ദ ഫുഡ് ഓഫ് ദ ബട്ടർഫ്ലൈ ലാർവ. എന്താണ് കാരണം? ആ പ്ലാന്റിൻ്റെ ആ പാർട്ടായിരിക്കും എന്ത്? ആ ബട്ടർഫ്ലൈ ലാർവേൻ്റെ ഫുഡ്. അതുകൊണ്ടാണ് എന്ത്? ആ പ്ലാന്റ്, ഒരു പർട്ടിക്കുലർ പ്ലാന്റിൽ അത് മുട്ടയിടുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ? ആ ബട്ടർഫ്ലൈൻ്റെ ആ ലാർവേൻ്റെ ഫുഡായിരിക്കും അത്. ലുക്ക് അറ്റ് ദ നെയിംസ് ഓഫ് സം ഓഫ് ദ ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ ഏരിയ. നോക്കൂ, കുറച്ച് പേരുകളാണ് അല്ലേ ബട്ടർഫ്ലൈസിന് നമ്മുടെ ഏരിയയിൽ കണ്ടുള്ള കുറച്ച് ബട്ടർഫ്ലൈയുടെ പേരുകളാണ് ഇവിടെ കൊടുക്കുന്നത്. എന്തൊക്കെയാ? നരകശലഭം, ലൈം ബട്ടർഫ്ലൈ, നാരകശലഭം അല്ലേ? ഓക്കെ, നാരകശലഭം, ലൈം ബട്ടർഫ്ലൈ. പിന്നെന്താ? അരളി ശലഭം, കോമൺ ക്രോ, വെള്ളില തോഴി, ദ കമാൻഡർ, എരുക്കു തപ്പി, എന്താണ്? പ്ലെയിൻ ടൈഗർ. ഇതൊക്കെയാണ് എന്ത്? നമ്മൾ ഏരിയയിൽ കാണുന്ന കുറച്ച് ബട്ടർഫ്ലൈസ് അല്ലേ? വൈ ആർ ദീസ് ബട്ടർഫ്ലൈസ് നെയിംഡ് സോ ഡിസ്കസ്. എന്തുകൊണ്ടാണ് ഈ ശലഭങ്ങൾക്ക് ഈ പേരുകൾ വന്നത് എന്തുകൊണ്ടാവും? ഡിസ്കസ് ചെയ്യുക. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ആൻഡ് റൈറ്റ് ഇൻ യുവർ
സയൻസ് ഡയറി. നിങ്ങൾ എന്താക്കുക, കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി നിങ്ങളെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ദ സർവൈവൽ ഓഫ് ദ ബട്ടർഫ്ലൈസ് ബോത്ത് നെക്ടർ പ്ലാന്റ് ആൻഡ് ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ നെസസറി. Butterflies get nectar from the nectar plants. The larvae feed on the host plants. A butterfly garden is a garden of both these kinds of plants. എന്താ അവിടെ പറയുന്നത് നോക്കിയേ. ഈ ബട്ടർഫ്ലൈസിന്റെ നിലനിൽപ്പിന് എന്താണ്, തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും നെക്ടാർ പ്ലാന്റ്സ്, അതുപോലെ ലാർവയ്ക്ക് ഭക്ഷണത്തിലുള്ള പ്ലാന്റ്സുകളും ഹോസ്റ്റ് പ്ലാന്റ്സ് വേണ്ടേ. അതായത് ബട്ടർഫ്ലൈസിന്റെ നിലനിൽപ്പിന് എന്താണ്, തേൻ കുടിക്കാനുള്ള പ്ലാന്റ്സ് വേണം. അതുപോലെ എന്താണ്, ലാർവയ്ക്ക് ഭക്ഷണത്തിലുള്ള പ്ലാന്റ്സും വേണം. അതാണ് എന്ത്, നെക്ടർ പ്ലാന്റ്സും ഹോസ്റ്റ് പ്ലാന്റ് അല്ലെ. അതായത് തേൻ കുടിക്കാനുള്ള സസ്യത്തിനാണ് എന്ത് പറയുക, പ്ലാന്റ്സിനാണ് എന്ത് പറയുന്നത്, നെക്ടർ പ്ലാന്റ് എന്നും, ലാർവക്ക് ഭക്ഷണത്തിലുള്ള സസ്യങ്ങളെ എന്താണ്, ഈ പ്ലാന്റ്സിനെ എന്താണ്, ഹോസ്റ്റ് പ്ലാന്റ്സ് എന്ന് പറയും. അത് വേണം. ഈ രണ്ട് തരം സസ്യങ്ങളുള്ള, ഈ രണ്ട് തരം പ്ലാന്റ്സുകളുള്ള ഒരു ഗാർഡൻ ആണെന്ത്, ബട്ടർഫ്ലൈ ഗാർഡൻ അല്ലെ. നിങ്ങളുടെ വിദ്യാലയത്തിലും ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രോ എ ബട്ടർഫ്ലൈ ഗാർഡൻ ഇൻ യുവർ സ്കൂളിൽ എന്താണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുക. ഇനി മോത്ത്. എന്താണ് മോത്ത്? നിശാശലഭങ്ങൾ എന്ന് പറയുക. ചിത്രം കണ്ടില്ല. ഡ്യൂറിങ് വിച്ച് ടൈം ഡു വി സി ബട്ടർഫ്ലൈസ്. അപ്പം ഈ ബട്ടർഫ്ലൈസിനെ എപ്പോഴൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഡു വി സീ ദം അറ്റ് നൈറ്റ്. രാത്രി കാലങ്ങളിൽ കാണാറുണ്ടോ? വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്. എന്താണ് അവയുടെ സവിശേഷതകൾ? ദേ ആർ മോത്ത് ബട്ടർഫ്ലൈ അല്ലെ. എന്താണ്, രാത്രിയിൽ കാണപ്പെടുന്ന ബട്ടർഫ്ലൈസ് ആണ് എന്ത്, മോത്ത് അല്ലെ. അൺലൈക്ക് ബട്ടർഫ്ലൈസ് മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് കളർഫുൾ. സം മോത്ത്സ് ഹാവ് ഫെദർ ലൈക്ക് antennae. Silk is produced from the cocoon made by the larva of a kind of moth. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, രാത്രിയിൽ കാണപ്പെടുന്ന ബട്ടർഫ്ലൈസ് ആണ് എന്ത്, മോത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബട്ടർഫ്ലൈസിനെ പോലെ ഇവയ്ക്ക് മിക്കതിനും എന്താണ്, ഈ കളർഫുൾ ആയിരിക്കില്ല. ചില മോത്തുകൾ എന്താണ്, തൂവൽ പോലുള്ള ഒരു സ്പർശിനികളാണുള്ളത്. ഒരു തരം മോത്തിന്റെ ലാർവ ഉണ്ടാകുന്ന കൊക്കൂണിൽ നിന്നാണ് എന്ത്, ഈ പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു തരം മോത്തിന്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് എന്ത്, ഈ സിൽക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. സിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ കൊക്കൂൺ മെയ്ഡ് ബൈ ദ ലാർവ ഓഫ് എ കൈൻഡ് ഓഫ് മോത്ത്. ഒരു ടൈപ്പ് മോത്തിന്റെ ലാർവയിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്താണ്, കൊക്കൂണിൽ നിന്നാണ് എന്ത്, ഈ പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇനി ബ്ലൂ ടൈഗർ മോത്ത് എന്താണ്, വെങ്കണ നീലി അല്ലെ. എന്താണ്, വെങ്കണ നീലി. ഓക്കെ. ബ്ലൂ ടൈഗർ മോത്ത് ഈസ് എ kind of blue colored moth found during daytime. They are mistaken for butterflies because of their blue color. They are called Vengana Neeli because they lay eggs on the Carelia tree. Vengana tree. They satisfy all the features of moth except that they are seen during daytime and have blue color. So they are included in the moth family. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ഒരു ബട്ടർഫ്ലൈ ആണെന്ത്, ഈ വെങ്കണ നീലി, ബ്ലൂ ടൈഗർ മോത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും ഇവയെ എന്താണ്, ബട്ടർഫ്ലൈ ആയി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ എന്താണ്, ഇവയുടെ മറ്റ് സവിശേഷതകൾ എന്താണ്, ഈ മോത്തിൻ്റെതാണ്. അതുകൊണ്ട് ഇവയെ എന്താണ്, മോത്തിന്റെ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെങ്കണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് എന്ത്, ഈ പേര് വന്നത് കേട്ടോ. വെങ്കണ മരം എന്ന് പറഞ്ഞൊരു മരം ഉണ്ട് അല്ലേ. അപ്പൊ എന്താണ്, ആ മരത്തിന്റെ വെങ്കണ ട്രീ, കരാലിയ ട്രീ അല്ലെ, ആ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് എന്ത്, ഇതിന് ഈ വെങ്കണ നീലി എന്നുള്ള പേര് വന്നത്. ഇനി നോക്കൂ, എന്താണ്, ചെറിയ ജീവികളുടെ ലോകമാണ് അല്ലെ. ദ വേൾഡ് ഓഫ് സ്മോൾ ക്രീച്ചേഴ്സ്.